ഇപ്പോൾ ഞങ്ങൾ തവാങ് പോകുന്ന വഴിയിലെ ഫേമസ് ആയ സെലാ പാസിലാണ്. സീ ലെവലിൽ നിന്ന് ഏകദേശം 13,000 ഹൈറ്റിലുള്ള ഒരു ബ്യൂട്ടിഫുൾ മൗണ്ടൻ പാസ്. ഇതാണ് പുതിയതായി നിർമ്മിച്ച ഇവിടുത്തെ സെലാ ടണൽ. 1.5 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത്. തവാങ് ടൗണിനേക്കാളും ഹൈറ്റിലാണ് ഈ സെലാ പാസ് ഇരിക്കുന്നത്. ചുരുക്കത്തിൽ തവാങ് യാത്രയിൽ ഈ സെലാ പാസ് ക്ലൈംബ് ചെയ്യുമ്പോഴാണ് നമ്മുടെ EVയുടെ ചാർജ് മുഴുവൻ തീരുന്നത്. അതായത് മാക്സിമം ബാറ്ററി കൺസംഷൻ ഉണ്ടാകുന്ന ഏരിയയാണ് ഈ സെലാ പാസ്. നമ്മുടെ മൂന്നാറിനേക്കാളും ഏകദേശം 8,000 ഫീറ്റ് ഹൈറ്റിലാണ് ഈ സെലാ പാസ് ഉള്ളത്. ഞങ്ങൾ ഈ മഞ്ഞൊക്കെ കണ്ട സന്തോഷത്തിൽ ഇതിൽ ഓടിച്ചാടി കിടന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവസാനം നമുക്ക് ബ്രീത്തിങ്ങിന് പ്രോബ്ലമായി തുടങ്ങി. -3 ഡിഗ്രി ആയിരുന്നു ഇവിടെ. എന്ത് തന്നെ ആയാലും എന്ത് ഭംഗി എവിടെയെന്ന് അറിയാം കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ള് ഗ്രീനറി അല്ലേ നമ്മൾ കണ്ടേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹിമാലയൻ മൗണ്ടൻസിൻ്റെ ഒരു ബ്രൗണിഷ് റോക്കി കളറാണ്. പക്ഷെ എന്ത് രസമാണെന്നറിയോ, ഈ ഇങ്ങനെ ഐസ് വീണ് കിടക്കുന്നു, അതിൻ്റെ ഒപ്പം ഇതൊക്കെ കാണാൻ വേണ്ടിയൊരു വേറൊരു ലോകത്ത് എന്ന ഫീലാണ് നമുക്ക്. ഈ റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ ഫ്ലൈറ്റിന് വന്നിട്ട് വല്ല ടാക്സിയും പിടിച്ചതിൽ പോയാൽ നമുക്ക് ആ ഫീൽ കിട്ടുമോ? ഇങ്ങോട്ട് കയറിയപ്പോൾ മുതൽ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. എവിടെ നോക്കിയാലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ഞങ്ങൾ തവാങ് ടൗണിലേക്കുള്ള യാത്രയിലാണ്. അപ്പോഴാണ് നമ്മൾ പല റീൽസിലും കണ്ടിട്ടുള്ള ഒരു വാട്ടർഫാൾസ് കണ്ടത്. വാട്ടർഫാൾസ് അങ്ങനെ നിന്ന് നിപ്പിൽ ഫ്രീസായി പോയി കണ്ടു കഴിഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ ഇവിടെ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ മേലോട്ട് നോക്കി കണ്ടോ, മേളില് വെള്ളം ഒഴുകി ഒഴിക്കുന്ന അങ്ങനെ തന്നെ നിൽക്കും അവിടെ.